بسم الله الرحمن الرحيم. الحمد لله رب العالمين، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. شيخ الإسلام أما بعد، شيخ الإسلام محمد بن عبد الوهاب رحمه الله അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദിൽ നിന്ന് ബാബു മാ ജാഅ ഫി സിഹർ എന്ന ബാബാണ് ഇനി വായിക്കാനുള്ളത്. മാ ജാഅ ഫി സിഹർ, സിഹറിൻ്റെ വിഷയത്തിൽ എന്താണ് വന്നിട്ടുള്ളത്. വഖൗലില്ലാഹി തആല വലഖദ് അലിമൂ ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അല്ലാഹു അവൻ്റെ കിതാബിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വലഖദ് അലിമൂ, അവർ അറിഞ്ഞിട്ടുണ്ട്, ലമൻ ഇശ്തറാഹു, ആരാണോ അത് വിലക്ക് വാങ്ങിയത്, മാലഹു, അവനുണ്ടാവുകയില്ല, ഫിൽ ആഖിറതി, ആഖിറത്തിൽ, മിൻ ഖലാഖ്, ഒന്നും ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല. ബാബു മാ ജാഅ ഫി സിഹർ, സിഹറിനെ കുറിച്ച് എന്താണ് വന്നിട്ടുള്ളത്. കിതാബ് തൗഹീദിൽ എന്തിനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് സിഹറിനെ കുറിച്ചുള്ള ഒരു ബാബ് കൊണ്ടുവന്നിട്ടുള്ളത്? കാരണം സാഹിർ അവൻ സിഹർ ചെയ്യുന്നതോടെ, സിഹർ പഠിക്കുന്നതോടെ, സിഹറിൻ്റെ ആളാകുന്നതോടെ അവൻ തൗഹീദിൽ നിന്ന് പുറത്തായി, ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തായി, അവൻ കാഫിറും മുശ്രിക്കുമായി മാറുകയാണ്. സിഹർ എന്നാൽ അത് ലുഗത്തിൽ, ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഇബാറത്തുൻ അമ്മാ ഖഫിയ വലതുഫ സബബുഹു. ഖഫിയ എന്താണോ വ്യക്തമല്ലാത്തത്, അതുപോലെ കാരണം അവ്യക്തമായത്, അതിനാണ് ലുഗത്തിൽ സിഹർ, ഭാഷയിൽ സിഹർ എന്ന് പറയുക. ആ അർത്ഥത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഇന്ന മിനൽ ബയാനി ലസിഹ്റ, ബയാനിൽ സിഹറുണ്ട്. ബയാൻ എന്നാൽ വിശദീകരിച്ച് സംസാരിക്കുക, അനാവശ്യമായ വിശദീകരണം, നാവുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, അങ്ങനെയുള്ള ബയാനിൽ സിഹറുണ്ട്. അവിടെ ഏത് സിഹറാണ് ഉദ്ദേശം? അവിടെ സിഹർ എന്നാൽ ആളുകളെ ഹക്കിൽ നിന്ന്, ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് തെറ്റിച്ച് കളയുക എന്നർത്ഥത്തിലാണ് അവിടെ സിഹർ ഉപയോഗിച്ചിട്ടുള്ളത്. ബയാനിന് അങ്ങനെ കഴിവുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായുള്ള സംസാരത്തെ വിരോധിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, അൽഇയ്യു വൽ ഹയാഉ ശുഅബതാനി മിനൽ ഈമാൻ വൽ ബദാഉ വൽ ബയാനു ശുഅബതാനി മിനൻ നിഫാഖ്. അൽഇയ്യു വൽ ഹയാ, മിതമായ സംസാരവും അതുപോലെ ലജ്ജയും, ഇത് രണ്ടും ശുഅബതാനി മിനൽ ഈമാൻ, ഈമാനിന്റെ രണ്ട് ശാഖകളാണ്, ഈമാനിന്റെ ഭാഗമാണ്. വൽ ബദാഉ വൽ ബയാൻ, ബദാ എന്നാൽ മോശം സംസാരം, അശ്ലീലം കലർത്തിയ ചീത്ത വാക്കുകൾ ഉൾപ്പെടുന്ന സംസാരം. വൽ ബയാൻ, ബയാൻ എന്താണ്? അനാവശ്യമായ വിശദീകരണം, വളച്ചുകെട്ടി സംസാരിക്കുക. അത് ശുഅബതാനി മിനൻ നിഫാഖ്, കാപട്യത്തിന്റെ രണ്ട് ശാഖകളാണ്, നിഫാഖിന്റെ രണ്ട് ശാഖകളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം നമുക്ക് ഏറ്റവും നല്ല സംസാരമാണ്. അവിടുന്ന് തന്നെ പറഞ്ഞു, ഉതീതു ജവാമിഉൽ കലിം, എനിക്ക് ജവാമിഉൽ കലിം കിട്ടിയിരിക്കുന്നു. എന്താണ് ജവാമിഉൽ കലിം? ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുക എന്നതിനുള്ള കഴിവ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ഖൗല് നോക്ക്, വളരെ കുറച്ചായിരിക്കും, പക്ഷെ അതിന്റെ ഫായിദ വളരെ വലുതാണ്, അതിന്റെ ഗുണപാഠം വളരെ വലുതാണ്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ, മുഅ്മിനുകളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഖൂലു ഖൗലൻ സദീദാ, സദീദായ വാക്ക് പറയുക, നേരായ വാക്ക് പറയുക, വളച്ചു കെട്ടരുത്, നേർക്ക് നേരെ പറയുക. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങൾ വാക്ക് നന്നാക്കുക, അള്ളാഹു നിങ്ങൾക്ക് എന്ത് നന്നാക്കി തരും?
അഅമാലക്കും, നിങ്ങളുടെ പ്രവൃത്തി നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദുനൂബ് അല്ലാഹു പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ, ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചത് അവൻ വമ്പിച്ച വിജയം വിജയിച്ചിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, വഖുൽ ലിഇബാദി യഖൂലു അല്ലതി ഹിയ അഹ്സൻ ഇന്ന അശ്ശൈത്താന യൻസഗു ബൈനഹും ഇന്ന അശ്ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീനാ. വഖുൽ ലിഇബാദി, എൻ്റെ അടിമകളോട് പറയൂ നബിയെ, യഖൂലു അല്ലതി ഹിയ അഹ്സൻ, അവർ പറയട്ടെ. എന്തു പറയട്ടെ? നല്ലത് പറയട്ടെ എന്നല്ല, അഹ്സൻ, ഏറ്റവും നല്ലത് പറയട്ടെ. ഇന്ന ശൈത്താന യൻസഗു ബൈനഹും, കാരണം ശൈത്താൻ അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കും. ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീനാ, മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാകുന്നു ശൈത്താൻ. ഒരു വാക്കുകൊണ്ട് തെറ്റിയ പിണങ്ങിയ എത്ര ബന്ധങ്ങൾ, ഒരു വാക്കുകൊണ്ടുണ്ടായ എത്ര കുഴപ്പങ്ങൾ, ഒരു വാക്കുകൊണ്ടുണ്ടായ എന്തൊക്കെ ഫിത്നകൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പല മുൻഗാമികളും വിവരമുള്ള പല ആളുകളും പറയാറുണ്ട്, ഒരു ആഖിലിന്റെ ബുദ്ധിയുള്ള ഒരുവന്റെ നാവ് അവന്റെ കൽബിന്റെ പിന്നിലാണ്, ബുദ്ധിയില്ലാത്തൊരുവന്റെ നാവ് അവന്റെ കൽബിന്റെ മുന്നിലാണ്. ബുദ്ധിയില്ലാത്തവൻ പറയും എന്നിട്ടാണ് ചിന്തിക്കുക, പറയൂ എന്നിട്ട് ചിന്തിക്കും. സലഫുകളിൽ പലരും പറഞ്ഞു, ഞാൻ സംസാരിച്ചതിൽ ഓർത്ത് ഞാൻ എത്രയോ തവണ ഖേദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു പോയ പലതും ഓർത്ത്. പക്ഷെ ഞാൻ മിണ്ടാതിരുന്നതിനെ കുറിച്ച് ഇന്ന് വരെ എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടില്ല, മിണ്ടാതിരുന്നതിനെ കുറിച്ച്. അതാണ് പണ്ടേ പറയാറുള്ളത്, അസ്സുംതു ഹിക്മ വഖലീലുൻ ഫാഇലുഹു. അസ്സുംതു ഹിക്മ, സുംത് മിണ്ടാതിരിക്കുക എന്നത് ഹിക്മത്തുൻ, അതൊരു ഹിക്മത്താണ്. ഖലീലുൻ ഫാഇലുഹു, എന്നാൽ അത് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്, അത് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഒരു ആഖിൽ അവൻ നേരത്തെ പറഞ്ഞതുപോലെയല്ല, ആഖിലല്ലാത്തവൻ പറഞ്ഞതിന് ശേഷമേ ചിന്തിക്കുകയുള്ളൂ. ആഖിലായവൻ എന്താണ്? അവൻ ചിന്തിക്കും, ഈ വാക്ക് പറഞ്ഞാൽ എനിക്ക് ഖൈറാണോ വരിക, ഷർറാണോ വരിക? ഷർറാണ് വരികയെങ്കിൽ അവനത് പറയുകയില്ല. ഇനി ഖൈറും വരൂല ഷർറും വരൂല എന്നാണെങ്കിൽ അവനത് പറയുകയില്ല. ഇനി ഖൈറാണ് വരിക എന്നാലും ചിലത് അവൻ പറയും, ചിലത് പറയൂല. എന്താണ് ചിലത് പറയുക, ചിലത് പറയാതിരിക്കുക? ചിലത് അവൻ പറയും, ചിലത് പറയുകയില്ല. എന്താണത്? ഇത് പറഞ്ഞാൽ ഇത് ഖൈറാണ്, പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഒരു ഖൈർ വരാനുണ്ട്, ഇപ്പം ഇത് പറഞ്ഞാൽ അത് നഷ്ടമാവും, അപ്പോൾ അത് പറയില്ല. ഇതൊക്കെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ജവാബുൽ കാഫി, ആ പുസ്തകത്തിന് രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് ആ പുസ്തകം. ഒന്ന് അൽ ജവാബുൽ കാഫി ലിമൻ സഅല അനിദ് ദവാഇ ശാഫി, അൽ ജവാബുൽ കാഫി ലിമൻ സഅല അനിദ് ദവാഇ ശാഫി. അദ്ദേഹത്തിനോട് എന്താണ് കൽബിന്റെ രോഗങ്ങൾക്കൊക്കെയുള്ള മരുന്ന് എന്ന് ചോദിച്ച ഒരു സുഹൃത്തിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണ് കിതാബ് ജവാബുൽ കാഫി ലിമൻ സഅല അനിദ് ദവാഇ ശാഫി. വേറൊരു പേര് ആ കിതാബിന്റെ പിന്നെ വേറൊരു പേര് അദ്ദാഉ വദ്ദവാ, രണ്ടു പേരിൽ അറിയപ്പെടുന്നു. അദ്ദാഉ വദ്ദവാ, രോഗവും മരുന്നും. സുബ്ഹാനല്ലാഹ്, ഒരു അജബാണ് കിതാബ്, അജബാണ്. ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബ് ഇങ്ങനെ വായിച്ചാൽ നമുക്ക് സാധിക്കുമെങ്കിൽ അത് മുഴുവൻ തീർത്തിട്ടല്ല അത് താഴെ വെക്കാൻ തോന്നുകയില്ല. റഹിമഹുല്ലാഹ്, അത്രയും ഭംഗിയുള്ള വാക്കുകളാണ് ഇബ്നുൽ ഖയ്യിമിൻ്റെത്. അതിൽ പറഞ്ഞ ചില കാര്യങ്ങളാണിത്. സംസാരത്തെക്കുറിച്ച് സലഫുകൾ പറഞ്ഞു, ചില ആളുകൾക്ക് അള്ളാഹു അവർക്ക് അവരുടെ സജീയത്ത് തന്നെ, അവരുടെ പ്രകൃതം തന്നെ കുറച്ച് സംസാരിക്കുന്ന പ്രകൃതമായിരിക്കും. വലിയ അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്, അള്ളാഹുവിന്റെ നിഅമത്താണത്. ചില ആളുകൾക്ക് നമ്മളിൽ പലരെയും പോലെ കുറെ സംസാരിക്കുക എന്നതായിരിക്കും അവരുടെ പ്രകൃതം. സലഫുകൾ പലരും പറഞ്ഞു, ഞാൻ 20 വർഷം ശ്രമിച്ചു. എന്തിനു വേണ്ടി? സംസാരം ശ്രദ്ധിക്കാൻ വേണ്ടി, നാവിനെ നിയന്ത്രിക്കാൻ വേണ്ടി. 20 വർഷമായി ഞാൻ എന്ത് ചെയ്യുന്നു? പരിശീലിക്കുന്നു. വർഷങ്ങൾ അതിനുവേണ്ടി പരിശീലിച്ചിട്ടുള്ള സലഫുകൾ അത്രയും വലുതാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മയദ്മൻ ലീ മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. ആരുണ്ട് എനിക്ക് തന്റെ 2 താടിയെല്ലുകൾക്കിടയിലുള്ളതിനെ കുറിച്ചും 2 കാലുകൾക്കിടയിലുള്ളതിനെ കുറിച്ചും ഉറപ്പു തരുന്നത്, ജാമ്യം നിൽക്കുന്നത്? അവൻ അള്ളാഹു ഹലാലാക്കിയതിൽ മാത്രമേ അത് ഉപയോഗിക്കൂന്ന്. അദ്മൻ ലഹുൽ ജന്ന, അവൻ സ്വർഗമുണ്ടെന്ന് ഞാനിതാ ഉറപ്പ് പറയുന്നു, ജാമ്യം പറയുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
കാരണം എന്താ, ഇത് തളരാത്തൊരു അവയവമാണിത്. നാവെന്നത് ക്ഷീണം പിടിക്കാത്ത അവയവമാണ്. അത് ഖൈറാണ്. എങ്ങനെയാണ് അത് ഖൈറാവുക? വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അവർക്കത് ഖൈറാണ്. തളരുകയില്ല. അള്ളാഹിനെ ദിക്ർ ചെയ്തിട്ട് അവരുടെ നാവ് തളരുകയില്ല. തളരാത്ത അവയവമാണത്. അപ്പോൾ അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഖൈറായത് മാത്രം പറയാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിലൊരുപാട് ഖൈറുണ്ട്. ഇത് പരിശീലിച്ച പല സുഹൃത്തുക്കളും അവരുടെ അനുഭവം എന്താണെന്നറിയോ? അവർക്ക് ഇതുകൊണ്ടുണ്ടായ ഖൈർ ഒരുപാടാണ്. അവരുടെ സംസാരം കുറച്ചതിനാൽ അവർക്ക് ഒരുപാട് ചിന്തിക്കാൻ അവർക്ക് സാധിച്ചു. അവരുടെ സലാത്തിൽ, അവരുടെ നിസ്കാരത്തിൽ പോലും അവർക്ക് എന്തുണ്ടായി? ഖുശൂ വർദ്ധിച്ചു. കാരണം എന്താ? വെറുതെ നമ്മൾ തുടങ്ങിയിട്ട പലതും ആയിരിക്കും പിന്നെ നമുക്ക് ശുഗലായി മാറുക. നമ്മൾ പറഞ്ഞ പലതും പിന്നെ അതിന് കിട്ടിയ മറുപടികളും. അതുകൊണ്ടാണ് ചില സലഫുകൾ പറഞ്ഞു, നീ നല്ലതല്ലാത്തത് പറഞ്ഞാൽ പിന്നെ നീ മോശമായത് കേട്ടതിനാരും കുറ്റം പറയണ്ട. എന്നൊരു സംസാരം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നീ ചിലതെന്താവും, അതിനുള്ള മറുപടി മോശമായതായിരിക്കും നമ്മൾ കേൾക്കുക. ഒന്ന് പറഞ്ഞില്ലെങ്കിലും അത് കേൾക്കില്ലല്ലോ. ഇനി എന്തെങ്കിലും മോശം കേട്ടാലും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിലോ അതിനേക്കാളും വലുത് അവിടെ ആ ഭാവങ്ങ് ശ്രദ്ധായി. എന്നതുപോലെ സലാത്തിൽ, നിസ്കാരത്തിൽ ചില സുഹൃത്തുക്കൾക്ക് ഇത് നിയന്ത്രിച്ചപ്പോൾ എന്തുണ്ടായി? ഖുശൂ ഉണ്ടായി. അവരുടെ ഓർമ്മശക്തി വർദ്ധിച്ചു. പലതും മറന്നു പോകുന്ന ആളുകളായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകുന്ന ആളുകളായിരുന്നു. അത്യാവശ്യമുള്ളതൊക്കെ അയ്യോ അല്ലാഹ് അത് മറന്നുവല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അവരുടെ ഓർമ്മശക്തി വർദ്ധിച്ചു. എന്താണ് കാരണം? വെറുതെ പലതും പറഞ്ഞിരുന്നിട്ടാണ് പലതും മറന്നു പോയിട്ടുള്ളത്. ഇത് ഖൽബിന് ചിന്തിക്കാൻ അവസരം കൂടുതലാണ് മിണ്ടാതിരിക്കുന്ന സമയത്ത്. അപ്പോൾ അവന് ഓർമ്മശക്തി കൂടുതലായി. ഇബാദത്തുകളിൽ ഖുശൂ, പല ശർറും അവൻ ഒഴിവായി. പല ബന്ധങ്ങളും തെറ്റാതെ നിലനിൽക്കാൻ അവന് സഹായകമായി. കാരണം നല്ല നമ്മളടുപ്പം സൂക്ഷിക്കേണ്ട, നമുക്ക് പലപ്പോഴും ബാധ്യതയുള്ള ചില ആളുകൾ ചിലപ്പോൾ നമ്മളോട് മോശമായി പെരുമാറിയേക്കും. ചില സമയത്ത് സ്വാഭാവികമാണ്. മനുഷ്യരങ്ങനെ ശൈത്താന്റെ പ്രേരണയിൽ എന്തൊക്കെയൊക്കെ പറഞ്ഞു പോകും. നമ്മളങ്ങോട്ട് മോശമായി പ്രതികരിച്ചാലോ അതിന്റെ അസറുകൾ പിന്നീട് വരണം. പിന്നെ അത് ശരിയാക്കാൻ കുറെ ബുദ്ധിമുട്ടാണ്. ആ ബന്ധം ഒന്ന് നന്നാക്കി എടുക്കണമെങ്കിൽ കുറെ പണിയുണ്ട്. നമ്മളിപ്പോ എങ്ങനെ അവനോടിപ്പോ നല്ലൊരു എന്തെങ്കിലും ഒരു മഞ്ചാക്കൾ വർത്താനം പറഞ്ഞ് ശരിയാക്കണം. അതിന് ഒരവസരം വരണം. ചിലപ്പോൾ അതിൽ ആള് ശരിയാവണമെന്നില്ല, വീണ്ടും കാത്തിരിക്കേണ്ടി വരും. ഇങ്ങനൊക്കെ നമുക്ക് അനുഭവങ്ങളുണ്ട് മനുഷ്യരായ നമുക്കെല്ലാവർക്കും. ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ ഒന്നും പണി ഉണ്ടാവില്ല എന്ത് വന്നാൽ മിണ്ടാതിരുന്നത്. കാരണം ആ കേട്ടതിന് നമ്മൾ പ്രതികരിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ പോലെ പെരുമാറിയാൽ മതി. നമ്മൾ ഒന്നും മോശമായി പറഞ്ഞില്ലല്ലോ. ഒരുപാട് ഷർറിൽ നിന്ന് നമ്മൾ ഒഴിവായി കിട്ടും. ഈ ലോകത്തും പരലോകത്തും നമ്മുടെ ലിസാൻ നമ്മൾ നിയന്ത്രിച്ചാൽ. വഫഖനില്ലാഹു വയ്യാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിൽ സിഹറുണ്ട്. അത് അവിടെ സിഹർ പറഞ്ഞാൽ എന്താണ്? ഹക്കിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന കാര്യം ഉണ്ട്. സലഫുകൾ സിഹറിന് തഫ്സീർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: അസ്സിഹ്റു അസായിം വറുഖാ വഉഖദ് തുഅസ്സിറു ഫിൽ ഖുലൂബി വൽ അബ്ദാൻ ഫയുമർരിൽ വയഖ്തുൽ. ഇതാണ് സിഹർ. വയുഫർരിഖു ബൈനൽ മർഇ വസൗജിഹി. ഇതാണ് സിഹർ. അതായത് അസ്സിഹ്റു അസായിം വറുഖാ. സിഹർ എന്നാൽ അസായിം, ചില വാക്കുകളും, അതുപോലെ വറുഖാ ചില പ്രത്യേക മന്ത്രങ്ങളും, ഉഖദ് ചില കെട്ടുകളുമൊക്കെയാണ്. ചില വാക്കുകൾ പറയും, ചില കാര്യങ്ങൾ ചെയ്യും, ചില കെട്ടുകൾ കെട്ടും. തുഅസ്സിർ, അത് അസറുണ്ടാക്കും. ഫിൽ ഖുലൂബി വൽ അബ്ദാൻ, ഖൽബിലും ശരീരത്തിലും. ബിഇദ്നില്ലാഹി വതൗഫീഖി, അള്ളാഹിന്റെ അനുമതിയോടെ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചതുകൊണ്ട്. അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു സിഹറിന് എന്തുണ്ടാകാൻ, ഖൽബിലും ശരീരത്തിലും ചില ഫലങ്ങൾ സിഹർ കൊണ്ടുണ്ടാകാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായി. എന്താണ് മുഅ്മിനിന് എന്ത് അത്ഭുതം? മസീഹു ദജ്ജാൽ വന്നാൽ അത് അവൻ അനുസരിക്കുന്ന ആളുകൾക്ക് മഴ പെയ്യുന്നു. അവൻ റബ്ബാണെന്ന് പറയുന്ന ആളുകൾക്ക് ചെടികൾ മുളക്കുന്നു. അവൻ റബ്ബാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ അകിടിലൂടെ, അവരുടെ കാലുകളുടെ അകിടിലൂടെ നന്നായി സമൃദ്ധമായ പാൽ. വിശ്വസിക്കാത്തവർക്ക് ഇതൊന്നുമില്ല, അവർ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് മഴ പെയ്ക്കുന്നത്. അള്ളാഹുവാണ് ചെടി മുളപ്പിക്കുന്നത്. അള്ളാഹുവാണ് അകിടിൽ പാല് വരുത്തുന്നത്. ആരിലൂടെ? മസീഹു ദജ്ജാലിലൂടെ. എന്തിനു വേണ്ടി? ആളുകളെ പരീക്ഷിക്കാൻ. അത് ഫിത്നയാണ്, പരീക്ഷണമാണ്. വമിൻ ഫിത്നത്തിൽ മസീഹു ദജ്ജാൽ, മസീഹു ദജ്ജാലിന്റെ ഫിത്നയാണ്. ഫിത്ന എന്നാൽ
സ്വർണം ചൂടാക്കി ഉരുക്കി അതിലെ മോശവും നല്ലതും വേർതിരിക്കുന്നതിനാണ് ഫിത്ന എന്ന് പറയുക. മസീഹ് ദജ്ജാൽ വന്നാൽ വേർതിരിയുകയാണ്, യഥാർത്ഥ വേർതിരിയൽ. എല്ലാ കാഫിറുകളും അവന്റെ പിന്നാലെ ഉണ്ടാകും. ഖുസൂസൻ അൽ യഹൂദിയ, പ്രത്യേകിച്ച് അൽ യഹൂദികൾ. അസ്ഫഹാനിലാണ് അവൻ പുറപ്പെടുക ആദ്യം. അസ്ഫഹാൻ എന്നത് ഇന്നത്തെ ഇറാനിലെ ഒരു പ്രദേശമാണ്. അസ്ബഹാൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. അവിടെ 70,000 യഹൂദികൾ, കാഫിറുകൾ അവന്റെ പിന്നാലെ ഉണ്ടാവും. അതുപോലെ 70,000 യഹൂദികൾ അവിടെ ഉണ്ടാവും. ഇന്നവിടെ യഹൂദികൾ താമസിക്കുന്നുണ്ട്, സുഖമായി താമസിക്കുന്നുണ്ട്. ചില ആളുകൾ, അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞത്, അവർ ദുൽമായി ഉണ്ടാക്കിയിട്ടുള്ള ഫിലസ്തീനിലെ അറബികൾ അവിടുന്ന് പുറത്താക്കിയിട്ടുണ്ടാക്കിയ ആ നാട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ യഹൂദികൾ താമസിക്കുന്നത് ഇറാനിലാണ് അത്രേ. കാരണം അവരുണ്ടാക്കിയ അവരുടെ ആളുകളാണ് അവിടെ ഉള്ളത്. റാഫിളത്തിന് ഉണ്ടാക്കിയതാരാണ്? ഈ ഷിയാക്കളാണ്, ഈ യഹൂദികളാണ്. അസ്ഫഹാനിൽ യഹൂദികൾ 70,000 പേര് അവന്റെ പിന്നാലെ ഉണ്ടാവും. അതുപോലെ മുനാഫിക്കുകൾ അവന്റെ പിന്നാലെ ചെല്ലും. മുഅ്മിനും മുനാഫിക്കും അവിടെ വേർതിരിയും. മദീന വിറക്കും, മദീനയിലുള്ള ചവറൊക്കെ പുറത്തേക്ക് പോകും. അവൻ എല്ലാ നാട്ടിലും എത്തും. മക്കയിലും മദീനയിലും ഒഴികെ മസ്ജിദുൽ അഖ്സയിലും അവന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അവിടെ വെച്ചാണ് ബാബുല്ലുദ് എന്ന സ്ഥലത്ത് വെച്ചാണ്, ഫലസ്തീനിൽ വെച്ചാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവനെ കൊലപ്പെടുത്തുക, അവനെ കൊല്ലുക. ഏറ്റവും വലിയ ഫിത്നയാണത്. അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ട് അങ്ങനെ നടക്കുന്നു. സിഹർ എന്തിനാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്? പരീക്ഷണമാണ്. ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. അള്ളാഹു സിഹർ ആരിലൂടെയാണ് ഭൂമിയിൽ ഇറക്കിയത്? 2 മലക്കുകളിലൂടെയാണ് ഇറക്കിയിട്ടുള്ളത്. ഹാറൂത്ത് മാറൂത്ത്, ഈ പേരിലെ 2 മലക്കുകൾ. അവരാണ് ഭൂമിയിൽ വന്നിട്ട് ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുത്തത്. എന്തിനാ? അവർ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ്? ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. ഇത് ഫിത്നയാണ്, പരീക്ഷണമാണ്. നിങ്ങൾ എന്ത് ചെയ്ത് ഇത് പഠിച്ച് കാഫിറാവരുത്. ഇത് ചെയ്യാൻ പാടില്ല. പക്ഷേ വന്നവരെ പഠിപ്പിക്കലാണ് അള്ളാഹു സുബ്ഹാനഹു തആല, അതിനാണ് അവരെ ഇറക്കിയിട്ടുള്ളത്. അത് അള്ളാഹു ഉദ്ദേശിച്ചൊരു പരീക്ഷണം. എന്താണ് അതിലുള്ളത്? ഏത് ബുദ്ധിക്കാണ് അത് യോജിക്കാത്തത്? ആ ബുദ്ധി ഏത് ബുദ്ധിയാണ്? കേടുവന്ന ബുദ്ധിയാണ്. കേടുവന്ന ബുദ്ധിക്കാണത് യോജിക്കാത്തത്. ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും വന്ന കാര്യങ്ങൾ, അത് സിഹറാകട്ടെ, അത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ശൈത്താൻ, ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താൻ ബാധിക്കുന്നതാകട്ടെ, കണ്ണേറാകട്ടെ, ഖുർആനിലും ഹദീസിലും എന്തു വന്നോ, സലഫുകൾ എങ്ങനെ വിശ്വസിച്ചോ നമ്മൾ അതുപോലെ വിശ്വസിക്കും. കാരണം നമ്മുടെ സലഫുകൾ, സഹാബത്താണ് ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ. അള്ളാഹുവിന്റെ അമ്പിയ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ആരാണ്? യാതൊരു സംശയമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്താണ്. അവർ ഏറ്റവും ബുദ്ധിയുള്ള ആരാണ്? അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. അവരുടെ ബുദ്ധി അതാണ് ഏറ്റവും സലീമായ ബുദ്ധി. സലീം എന്ന് പറഞ്ഞാൽ കലർപ്പൊന്നുമില്ലാത്ത ബുദ്ധി. നിങ്ങൾ കേട്ടിട്ടില്ലേ? മെഹറാജ്, ഇസ്രാ മെഹറാജ് കഴിഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത്? മുശ്രിക്കുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു വെച്ച് പറയുകയാണ്, നിന്റെ സാഹിബ് ഇപ്പം എന്താണ് പറയുന്നതെന്നറിയുമോ? ഇത് ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്രായിന് പോയത്രേ, മെഹറാജിന് പോയത്രേ. എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി? എന്താണ് മറുപടി പറഞ്ഞത്? അവിടുന്ന് അങ്ങനെ പറഞ്ഞോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? എങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നു. എന്താണ് അതിനുള്ള കാരണം പറഞ്ഞത്? ആ കാരണമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അഖൽ എത്ര മികച്ച അഖലാണെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാവും. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസദ്ദിഖുഹു ബിഖബരിസ് സമാ, സദ്ദിഖുഹു ബിഖബരിസ് സമാ, സമായിൽ നിന്ന്, മുകളിൽ നിന്ന് അല്ലാഹുവിന്റെ വഹി അബൂബക്കർ സിദ്ദീഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താഴേക്ക് ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ, തസ്ദീഖ് നടത്തുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബിൽ അസീസ് അൽ ഹനഫി റഹിമഹുല്ലാഹ്, അദ്ദേഹം അഖീദത്തു തഹാവിയുടെ ശറഹിൽ അദ്ദേഹം പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിന്റെ മറുപടി നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ജിബ്രീലിനെ എവിടേക്ക് അയക്കുന്നു? താഴേക്ക്, ഭൂമിയിലേക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ വഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നു. ഈ റബ്ബിന് എത്ര നിസാരമാണ് ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ മുകളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് കൊണ്ടുവരാന്നുള്ളത്. സദ്ദിഖുഹു ബിഖബരിസ് സമാ, സദ്ദിഖുഹു ബിഖബരിസ് സമാ. പിന്നെന്താണ് മിഅ്റാജ് വിശ്വസിക്കാൻ പ്രയാസം? അതാണ് ഏറ്റവും നല്ല അഖലുള്ള ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്താണ് റളിയല്ലാഹു അൻഹും.
അപ്പൊ കേടുവന്ന ബുദ്ധിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിന്റെ കിതാബിൽ വന്നത് വിശ്വസിക്കാൻ പ്രയാസം. അത് ബുദ്ധി കേടുവന്നിരിക്കുന്നു. കൽബ് സലീമല്ല, പല കലർപ്പും കലർന്നിരിക്കുന്നു. അവൻ വേറെ പലതും പഠിച്ചു വെച്ചിട്ടുണ്ട്, തെറ്റായ പലതും. അതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണം എന്ന് അവൻ തീരുമാനിക്കും. എന്താണ് അവരുടെ ഖായിദ? അവരുടെ ഖായിദ എന്താണ്? ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അവരുടെ ഫാസിദായ ഖായിദയുണ്ട്. ബിദ്അത്തിന്റെ കക്ഷികളുടെ മുഅ്തസിലത്തിന്റെ ഖായിദ എന്താ? അള്ളാഹു ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാരാ തീരുമാനിക്കുന്നത്? ഇവനാണ്. അതാണ് അവരുടെ ഖായിദ. ആ മൽഊനസായ ശപിക്കപ്പെട്ട ഖായിദ അവർ കൽബിലുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പറ്റാത്തത്. അതെങ്ങനെ ശരിയാവും, ഇതെങ്ങനെ ശരിയാവും? ഓൻ തീരുമാനിച്ചതുപോലെ അള്ളാഹു പ്രവർത്തിക്കണമെത്ര, അവൻ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു ചെയ്യണമെത്ര. വലൗ ഇത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും ലഫസദത്തിസ് സമാവാതു വൽ അർദ്. അള്ളാഹു പറഞ്ഞത് ഹക്ക് അവരുടെ ഹവ പോലെയായിരുന്നെങ്കിൽ ആകാശഭൂമികളൊക്കെ ഫസാദായി പോയേനെ. ഇവർ തീരുമാനിച്ചതുപോലെയാണ് ഹക്കെങ്കിൽ ആകാശഭൂമികളൊക്കെ ഫസാദായി പോകും. അല്ല, അള്ളാഹു തീരുമാനിച്ചതാണ്. അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ സിഹർ എന്നാൽ എന്താണ്? അജായിബ് വറുഖ, ചില മന്ത്രങ്ങൾ, ചില വാക്കുകൾ, വൗഖത്ത്, ചില കെട്ടുകൾ, തുഅത്തിറു ബിൽ ഖുലൂബി വൽ അബ്ദാൻ, കൽബിലും ശരീരത്തിലും അത് സ്വാധീനമുണ്ടാക്കും. ഫയുമർറിദ്, രോഗമുണ്ടാക്കും. വയഖ്തുൽ, ആളെക്കൊല്ലും. രോഗമുണ്ടാക്കും, ആളെക്കൊല്ലും. അള്ളാഹു തീരുമാനിച്ചാൽ. അള്ളാഹു ഒരു സിഹറിന് അങ്ങനെ ഫലം ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ അങ്ങനെ ഉണ്ടാവും. രോഗമുണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ രോഗമുണ്ടാകും. ആള് മരിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ മരിക്കും. എന്നാ പിന്നെ എല്ലാവർക്കും സിഹർ ചെയ്തിട്ട് അയാളെ കൊന്നാ പോരെ, ഈ ആളെ കൊന്നാ പോരെ? അതാണ് പറഞ്ഞത്. അള്ളാഹു അങ്ങനെ ചെയ്യണമെന്ന് ഇവൻ തീരുമാനിക്കണം. വേറെ ഫാസിദായ ഖായിദയാണത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇവൻ കൊല്ലണം, അവനെ മരിക്കണം, അള്ളാഹു അങ്ങനെ ചെയ്യണം, ഇവനാണ് തീരുമാനിക്കുന്നത്. ഏത് സിഹറിന് എന്ത് ഫലം ഉണ്ടാകണമെന്ന് അള്ളാഹു തീരുമാനിക്കും. നീയാണോ തീരുമാനിക്കുന്നത്? തുമർറിദ് വയഖ്തുൽ വയുഫർരിഖു ബൈനൽ മർഇ വസൗജിഹി, ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ തഫ്രീഖ് ഉണ്ടാക്കും, ഭിന്നിപ്പുണ്ടാക്കും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണിത്. فيتعلمون منهما ما يفرقون به بين المرء وزوجه. فيتعلمون منهما, അവർ പഠിച്ചു, മിൻഹുമാ, ആ രണ്ടുപേരിൽ നിന്ന്. ആരാണ് രണ്ടുപേർ? ഹാറൂത്ത് വമാറൂത്ത്. മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഒരു മനുഷ്യനും അവന്റെ സൗജിനുമിടയിൽ, ഭാര്യക്കുമിടയിൽ തെറ്റിക്കുന്ന കാര്യം അവർ ആ മലക്കിൽ നിന്ന് പഠിച്ചു. ഇത് ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ, എത്രയോ ഹദീസുകൾ ദഈഫില്ലേ? ഇമാം ബുഖാരി എത്രയോ ഹദീസുകൾ കിട്ടിയിട്ട് ഒരുപാട് ഹദീസുകൾ ഒഴിവാക്കിയില്ലേ? അതെന്തിനാണ്? ഹദീസുകൾ സഹീഹായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ക്രോഡീകരിച്ച് തന്നിട്ടുണ്ട്. ഇവന്റെ ചോദ്യം എന്താ? കുറെ ഹദീസ് ഒഴിവാക്കില്ല, അതെന്തിനാണ്? എന്ത് വിഡിത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദീൻ അതിലെ പതിര് വേർതിരിച്ച് കാണിച്ചു തരാൻ മാത്രമുള്ള ഉലമാക്കളെ ഈ ഉമ്മത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. നബിമാരുടെ പിൻഗാമികളായ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസുകളിൽ വന്നത് നിഷേധിക്കുന്ന ആളുകൾ ഇതൊക്കെ ഇത് ഖുർആനിലെ ആയത്താണ്, ഇതെന്താക്കും? അപ്പോഴാണ് എന്താക്കുക? വ്യാഖ്യാനിക്കുക. അവന്റെ തോന്നലിനനുസരിച്ച്, അവന്റെ ഹവക്കനുസരിച്ച് വ്യാഖ്യാനിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസുകൾ അവന് വേണ്ട, സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ മനസ്സിലാക്കിയത് അവർ വേണ്ട, അവന് വേണ്ട. അവൻ ഭിന്നിപ്പിനാണ്, അവൻ ബലാലത്തിനാണ്. കാരണം അള്ളാഹു പറഞ്ഞത് എന്താണ്? ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ ഹിദായത്തിനാണ്. കാരണം നിങ്ങൾ സഹാബത്താണ് അതിൽ ആദ്യം ഉൾപ്പെടുക. ഫഇൻ തവല്ലൗ, അതിൽ നിന്ന് അവർ തിരിഞ്ഞുപോയാൽ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ പരസ്പര കക്ഷി മത്സരത്തിനാണ്, ഭിന്നിപ്പിനാണ്. എല്ലാ ഭിന്നിപ്പിനുമുള്ള കാരണം എന്താണ്? സഹാബത്തിന്റെ ഫഹമിൽ നിന്ന്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ മനസ്സിലാക്കിയതുപോലെ കിതാബ് മനസ്സിലാക്കാൻ തയ്യാറല്ല. അവർ മനസ്സിലാക്കിയതുപോലെ സുന്നത്ത് മനസ്സിലാക്കാൻ തയ്യാറല്ല. ഓരോരുത്തർ അവരുടെ ബുദ്ധിക്കനുസരിച്ച് ചിലർ വ്യാഖ്യാനിക്കും, ചിലരവരുടെ മദ്ഹബിനനുസരിച്ച് വ്യാഖ്യാനിക്കും, ചിലവരുടെ നേതാക്കന്മാർക്കനുസരിച്ച് വ്യാഖ്യാനിക്കും, ചിലരവരുടെ പാർട്ടിക്കനുസരിച്ച് വ്യാഖ്യാനിക്കും. ഇങ്ങനെ ഓരോരുത്തർ അവന് തോന്നുന്നതനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ പരസ്പര മത്സരത്തിനാണ്, ഭിന്നിപ്പിനാണ്. തിരിച്ചു പോവുകയല്ലാതെ മാർഗമില്ല. സലഫുകളുടെ മൻഹജിലേക്ക് തിരിച്ചു പോവുകയല്ലാതെ മാർഗമില്ല. സലഫുകളുടെ മൻഹജ് എന്ന് പറഞ്ഞാൽ പറയാൻ മാത്രമുള്ളതല്ല, സ്ഥാപനങ്ങൾക്ക് പേരിടാനുള്ളതല്ല, മറിച്ച് അത് അംഗീകരിക്കാനുള്ളതാണ്, അത് സ്വീകരിക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഭാര്യക്കും ഒരാൾക്കും അയാളുടെ സൗജിനുമിടയിൽ
തഫ്രീഖ് ഉണ്ടാക്കുന്നത് അവർ ഈ രണ്ട് മലക്കുകളിൽ നിന്ന് പഠിച്ചു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമിൻ ശർരിൻ നഫ്ഫാതാതി ഫിൽ ഉഖദ്. ഖുർആനിലെ വമിൻ ശർരിൻ നഫ്ഫാതാതി ഫിൽ ഉഖദ് നമ്മളോട് അല്ലാഹു എത്ര തവണയാണ് ആ ആയത്ത് ആ സൂറത്ത് ഓതിക്കൊണ്ട് ഇസ്തിആദ തേടാൻ പറഞ്ഞിട്ടുള്ളത്? വമിൻ ശർരിൻ നഫ്ഫാതാതി ഫിൽ ഉഖദ്. ആരാണ് നഫ്ഫാതാത്ത്? ഒരുപാട് ഊതുന്ന സ്ത്രീകൾ. ഫിൽ ഉഖദ് എവിടെ? കെട്ടുകളിൽ. ആരാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? സവാഹിർ. സവാഹിർ എന്നാൽ സാഹിറായ സ്ത്രീ. ഏതുപോലെ കവാഫിർ. കവാഫിർ എന്ന് പറഞ്ഞ കാഫിറായ സ്ത്രീ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത് വലാ തുംസികൂ ബിഇസമിൽ കവാഫിർ. വലാ തുംസികൂ ബിഇസമിൽ കവാഫിർ. സൂറത്തുൽ മുംതഹനയിലായതാണ്. കാഫിറായ പെണ്ണിനെ പണ്ട് കാലത്ത് സഹാബത്ത് അവർ മുസ്ലിങ്ങളല്ലാത്ത കാലത്ത് നിക്കാഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭാര്യയായിട്ടുണ്ടെങ്കിൽ ആ അഖദി നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കരുത്. ആ ബന്ധമിന് പിടിച്ചു ഒഴിവാക്കണം. വലാ തുംസികൂ ബിഇസമിൽ കവാഫിർ. അവിടെ കവാഫിർ പറഞ്ഞാൽ കാഫിറത്തായ സ്ത്രീകൾ. അതിന്റെ ബഹുവചനമാണ് കവാഫിർ. കാഫിറാത്ത് എന്ന് പറയുന്നത് പോലെ കവാഫിർ. അതുപോലെയാണ് സാഹിറത്തുൻ എന്ന് പറഞ്ഞാൽ സെഹർ ചെയ്യുന്ന പെണ്ണ്. സെഹർ ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്ത് പറയാം? സാഹിറാത്ത് എന്ന് പറയാം. അതുപോലെ സവാഹിർ, സെഹർ ചെയ്യുന്ന സ്ത്രീകൾ. അവരുടെ ഷർറിൽ നിന്ന് അവർക്ക് അതിന് ഹഖീഖത്തില്ലെങ്കിൽ, അതിന് ഷർറില്ലെങ്കിൽ അതിൽ നിന്ന് ഇസ്തിആദ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അഹ്ലുസുന്നത്തിൽപ്പെട്ട ഒരാളും ഇതിനെ നിഷേധിച്ചിട്ടില്ല. കളവാണ് പറയുന്നത്. ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എന്നാണ് ചില ആളുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതൊന്നും പിന്നെ എന്തല്ല വലിയൊരു അഭിപ്രായ വ്യത്യാസം ഒന്നല്ല. അതുകൊണ്ട് അത് രണ്ടും നമുക്ക് എന്താണ്, രണ്ടു കൂട്ടരും പരസ്പരം യോജിച്ചു പോകാൻ അത് തടസ്സമൊന്നല്ല. അത് തടസ്സമൊന്നുമല്ല. ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ എന്തൊക്കെ ആളുകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ. അവർക്ക് യോജിച്ചു പോകുന്നുണ്ടേ. അവർക്ക് യോജിച്ചു പോകുന്നുണ്ട്. കുറുക്ക് കിട്ടുന്നവനുണ്ടാവും, കെട്ടാത്തവനുണ്ടാവും, ദർഗയിൽ പോകുന്നവനുണ്ടാവും, പോകാത്തവനുണ്ടാവും. പച്ചക്കുടിക്കയിൽ എല്ലാവരും ഒന്നാണ്. അങ്ങനെ രാഷ്ട്രീയക്കാർ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന ആളുകൾക്ക് പ്രയാസമൊന്നുമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ദീനിൽ എന്താണോ അത് മസ്അലകൾ, ചെറിയ ചെറിയ മസ്അലകളിലുള്ള അഭിപ്രായ വ്യത്യാസം പോലെയാണ് ഇത് എന്നൊരിക്കലും പറയാൻ പാടില്ല. മറിച്ച് ഇത് മൻഹജിനെ ബാധിക്കുന്ന അഭിപ്രായ വ്യത്യാസമാണ്. സെഹർ അത് ബാധിക്കുകയില്ല എന്നത് മൻഹജിനെ ബാധിക്കുന്ന വാദമാണ്. അഹ്ലുസുന്നയിൽ നിന്ന് തെറിച്ചു പോകുന്ന വാദമാണ്, സംശയമില്ല. ഈ സെഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചില കെട്ടുകളും ചില മന്ത്രങ്ങളും, ചിലത് ചെയ്താൽ ചിലത് നടക്കും. അതാണ് അള്ളാഹു വിധിച്ചിട്ടുള്ളത്. ഉലമാക്കൾ പറഞ്ഞു ഇതിൽ ചിലതിന് എന്തുണ്ടാവും? ശൈത്താന്റെ സഹായം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എല്ലാം ശൈത്താന്റെ സഹായത്തോടെ നടക്കൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സെഹർ മുഴുവൻ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് മുൻഗാമികൾ സെഹർ എന്ന് പറഞ്ഞ വ്യാഖ്യാനത്തിൽ സിഹറെല്ലാം തന്നെ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ശൈത്താൻ പോയി ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടില്ല. ചിലതെന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. ചില കെട്ടുകളിട്ടാൽ, ചിലത് ചൊല്ലി ചില കെട്ടുകളിട്ടാൽ, ചിലത് ചൊല്ലി ചിലത് ചെയ്താൽ ചിലത് നടക്കും. ഇതാര് തീരുമാനിച്ചിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും സിഹറുണ്ട്. അതല്ലാതെ ശൈത്താനെ ഉപയോഗിച്ച് ഒരുത്തനെ ഉപദ്രവിക്കുക, ശൈത്താനെ കൊണ്ട് ഒരുത്തനെ ദ്രോഹിക്കുക എന്നതുമുണ്ട്. മനസ്സിലായോ? രണ്ടുമുണ്ട്. രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടങ്ങനെ മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള താരീഫുകളിൽ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാത്തിലും ശൈത്താൻ ഉപയോഗപ്പെടുത്തിയിട്ട് ആവണമെന്നില്ല. ചിലതിൽ ഇങ്ങനെയാണ്, ചിലത് അങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നടക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചു, അതുകൊണ്ട് അങ്ങനെ നടക്കും. ഇതെല്ലാം സിഹറാണ്, എല്ലാം കുഫറാണ്. ഇതിലേതും സിഹറാണ്, ഇതെല്ലാം കുഫറാണ്. ഇതൊന്നും തന്നെ ഒന്നിന്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് പാടില്ല, പഠിക്കാൻ പാടില്ല, അതിന്റെ ആളുകളെ അവരുടെ കളികൾ കാണാൻ പോലും പാടില്ല. ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള സിഹർ, എല്ലാ സിഹറും എന്താണ്? അവർ മന്ത്രവാദിയുടെ വേഷം ധരിച്ച് മന്ത്രവാദത്തിന്റെ ആളുകളായിട്ട് ഇരിക്കണമല്ല. അപ്പൊ മാജിക് സിഹറാണത്. കാണാൻ പോകാൻ പാടില്ല, കുട്ടികളെ കാണിക്കാൻ പാടില്ലാത്തതാണത്. ചിലതെന്തായിരിക്കും, അതിപ്പോ അങ്ങനെ നിങ്ങൾ സിഹറാന്ന് പറയാ, മാജിക് നോക്കി പുസ്തകം നോക്കി പഠിച്ചാൽ മാജിക് ഞാനും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം അങ്ങനെയല്ല. അങ്ങനത്തതും ഉണ്ടാവും. എന്തെങ്കിലും അവിടെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് പിന്നെ ഊതി പൊടിയാക്കി കാണിച്ചു തരുന്നത് അങ്ങനത്തെ ഉണ്ടാവും.
അതാണ് നമുക്ക് 5 രൂപക്കും 10 രൂപക്കും വാങ്ങാൻ കിട്ടുന്ന പുസ്തകങ്ങൾ. മാജിക് പഠിക്കുന്ന കുട്ടികൾ കാണിക്കുന്ന പാടില്ല. രണ്ടും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ചിലത് വീര്യം കൂടിയത്, ചിലത് വീര്യം കുറഞ്ഞത്. അതാണ് അതിന്റെ കാര്യം. ചിലത് വലിയ വലിയ സാഹിറുകളായിരിക്കും. അവൻ നല്ല കോട്ടിട്ട് വന്നാലും ക്ലീൻ ഷേവ് ചെയ്ത് ചിരിച്ചു വന്നാലും സാഹിർ തന്നെയാണ്. സാഹിർ തന്നെ. അങ്ങനെ എത്ര പേരെടുത്താലും എത്ര വലിയ കാര്യങ്ങൾ കാണിച്ചാലും സാഹിർ ആരാണ്? സാഹിറാണ്. അതൊക്കെ സാഹിറിന് പരിവേഷം നൽകുന്ന പ്രവർത്തനങ്ങളാണ്. അങ്ങനെ ഉണ്ടല്ലോ അറിയപ്പെട്ട ചില മജീഷ്യന്മാർ, പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അറിയപ്പെട്ട ചില ആളുകൾ, ഇവരൊക്കെ പല രൂപത്തിലാണ് നടക്കുന്നത്. സാഹിറെന്ന് ആണോ അവരുടെ പേര്? അല്ല, അവർ ചില പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സന്ദേശയാത്ര അവരോഗം, എന്നിട്ട് മാജിക്കിലൂടെ അവരെന്ത് കാട്ടുക, എന്തെങ്കിലും ഒരു സന്ദേശം നമുക്ക് കാണിച്ചു തരിക. സിഹറാണിത്, സിഹറാണ്. ഒന്നുകിൽ അവൻ കയ്യടക്കം കൊണ്ട് പലതും നമ്മളെ കാണിക്കുന്നു. പക്ഷെ അല്ല, ഇങ്ങനെ അറിയപ്പെട്ട ചിലർ കാണിക്കണ ചില മാജിക് കണ്ടാലോ നമുക്ക് മനസ്സിലാവും ഏകദേശം നമ്മുടെ ഗാലിബും തന്നെ എന്താണ് ശരിയായ സാഹിറാണിത് എന്നാണ്. ശരിയായ സാഹിറാണിത് എന്നാണ് നമ്മുടെ ഗാലിബുള്ളൻ. പല ഇങ്ങനെ അറിയപ്പെട്ട ചില ആളുകൾ. ഇതൊന്നും സഹോദരങ്ങളെ നമ്മൾ അതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ലാത്തതാണ്. സംഗീതം അതിൽ സിഹറുണ്ട്, മ്യൂസിക് അതിൽ സിഹറുണ്ട്, സിനിമ അതിൽ സിഹറുണ്ട്. സംശയിക്കരുത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ് അതൊക്കെ. നോക്ക്, എത്ര ആളുകളാണ് ഈ കാര്യം പിടിച്ചു വെച്ചിട്ടുള്ളത്, ആ ലോകത്ത് തളച്ചിട്ടിട്ടുള്ളത്. എത്ര കോടികളാണ് അതിന്റെ പിന്നിൽ ഒഴുകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അതിന്റെ പിന്നിൽ. എന്താ അതുകൊണ്ട് ആകുള്ള കാര്യം എന്താ? ഒരു ചില്ലറ മണിക്കൂറുകൾ കുറെ മനുഷ്യന്മാർ പോയിട്ടിരുന്നിട്ട് ഇങ്ങനെ ഇത് കാണുന്നു, അത് ആസ്വദിക്കുന്നു. ആ ലോകത്താണ് അവരെ ലോകം മാറി. അവരാ ലോകത്താണ്. അതിലെ നടന്റെ കൂടെയാണ്, അതിലെ നടിയുടെ കൂടെയാണ് ഇവർ. അതിന്റെ പിന്നാലെയാണ് പോകുന്നത്. ഇവൻ കടന്നുറങ്ങുമ്പോൾ ചിലപ്പോൾ തലേന്ന് കണ്ടതായിരിക്കും അവൻ ആലോചിക്കുന്നത്. എത്ര ജീവിതങ്ങൾ ഇത് നശിപ്പിച്ചു. ഉമ്മത്തിന് നോക്കൂ, ശൈത്താന്റെ കെണി നോക്കി. ഈ സംഗതി ഇല്ലെങ്കിൽ എന്താണ് നടക്കുക? ജനങ്ങൾ ചിന്തിക്കും. കൂടെയുള്ള കാഫറുകളായ മുശ്രിക്കുകളായ ആളുകൾ തന്നെ, ഒരു വിവരമില്ലാത്ത ആളുകളുണ്ടാവും. അവന്റെ ദീനിനെ കുറിച്ച് തന്നെ യാതൊരു വിലയില്ലാത്ത ആളുകളുണ്ട്. നമ്മൾ പണ്ട് ഈ മുൽഖൈസിനെ പറഞ്ഞ പോലെ അമ്പൂട്ടിച്ചിട്ട് വിഗ്രഹത്തിന്റെ മൊത്തൊക്കെ എറിഞ്ഞിട്ട് ഇന്റെ ഉപ്പയാണെങ്കിൽ നീ ഇങ്ങനെ പറയോ എന്ന് ചോദിച്ച മുശ്രിക്കുകളുണ്ടായിരുന്നു പണ്ട് കാലത്ത്, മുൽഖൈസിനെ പോലെ. അങ്ങനെ ആ നിലവാരത്തിലുള്ള ആളുകളുണ്ട് ഇന്നത്തെ കാലത്ത്. അവരുടെ ദീൻ തന്നെ അവർക്ക് യാതൊരു വിലയൊന്നുമില്ല. അവരിങ്ങനെ പോകും. പക്ഷെ ചിന്തിക്കുന്നുണ്ടോ എന്നെ ആരാണ്, എന്റെ റബ്ബ് ആരാണ്, ഞാൻ എന്തിനാണ്, എന്നെ റബ്ബ് എന്തിനാണ് ഇവിടെ പഠിച്ചത്, ഞാൻ എങ്ങോട്ട് പോകും? ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കാൻ അവർക്ക് നേരമുണ്ടോ? ഇല്ല. അവർ ഈ മായാലോകത്താണ്, അവരിതിന്റെ ലോകത്താണ്, സിനിമയുടെ ലോകത്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ പലതിന്റെ ലോകത്ത്. എത്ര വലിയ കെണിയാണ് ശൈത്താൻ. ഇത് മുശ്രിക്കുകളെ അവരുടെ ഷിർക്കിൽ, കാഫിറുകൾ അവരുടെ കുഫറിൽ ഈ സിനിമയും ഇതുപോലുള്ള സംഗീതവും ഈ ലോകവും പിടിച്ചു നിർത്തുന്നു. മുസ്ലിമീങ്ങളെ ആകട്ടെ അവരുടെ ദീനിൽ നിന്ന് തടഞ്ഞു മാറ്റുന്നു. ദീൻ പഠിക്കാൻ ജനങ്ങൾക്ക് നേരം സിനിമ കൊണ്ട് നടക്കാൻ. അവൻ ദിക്ർ അറിയോ? ഫാത്തിഹ മര്യാദക്ക് ഇല്ല, അവൻ സിനിമയുടെ ആളാണ്, അവൻ അതിന്റെ ആളാണ്. എത്ര വലിയ കെണിയാണിത്, ശൈത്താന്റെ കെണിയാണിത്. ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികൾ, നമ്മുടെ സമുദായം രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ ഒരിക്കലും ദീൻ പഠിക്കൂല. അള്ളാഹു പറഞ്ഞു ലഹുൽ ഹദീസ്, വിലക്ക് വാങ്ങുന്ന ആളുകൾ. സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞു. എന്താ അവരുടെ പ്രത്യേകത? അള്ളാഹുവിന്റെ ആയത്ത് കേട്ടാൽ കേൾക്കാത്തതുപോലെ അവൻ തിരിഞ്ഞു കളയും. കഅന്ന ഫീ ഉദുനൈഹി വഖറ, അവന്റെ ചെവിയിൽ എന്തോ ഭാരമുള്ളതുപോലെ. അവന് കഴിയൂല. അള്ളാഹുവിന്റെ ആയത്ത് കേട്ടാൽ അവനൊന്നും തോന്നുന്നില്ല, ദീനിനെ കുറിച്ച് കേട്ടാലൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ ഒരു മായാലോകത്താണ്. ഇതിലൊക്കെ സിഹറിന്റെ സ്വാധീനം. അപ്പൊ നമ്മുടെ സമുദായത്തിൽ ഈ ആധുനിക കാലത്ത് വരെ സിഹറിന്റെ സ്വാധീനം എത്ര ഉണ്ടെന്ന് നമുക്ക് ഇത് ചിന്തിച്ചാൽ മനസ്സിലാവും. സിഹർ എന്ന് പറഞ്ഞാൽ തങ്ങളുപ്പാപ്പാന്റെ സിഹർ മാത്രമല്ല, അതുകൊണ്ട് സിഹർ, ആളെ കൊല്ലുന്ന സിഹർ, ഒരു പെണ്ണിനെ കത്തിച്ചു കൊന്ന് കേട്ടില്ലെങ്കിൽ അത് ഈ ലോകത്ത് ആണ് ഈ തീ കത്തി മരിച്ചത്. പരലോകത്തോ എന്തായിരിക്കും അവസ്ഥ? ഈ സാഹിറിന്റെ ആളായിട്ടാണ് മരിച്ചതെങ്കിൽ നഊദുബില്ലാ, അതാണ് ഏറ്റവും വലിയ അപകടം. ആളുകൾക്ക് വലുത് ഇവിടുത്തെ കാര്യങ്ങളാണ്. ഈ ദുനിയാവിൽ എന്തെങ്കിലും സാഹിർ ഇത്ര പണം തട്ടിയെടുത്തു, ആ സാഹിർ ഇത്ര ആളുകളെ കൊന്നു, ഇതിനെതിരിൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കണം, ഇതൊക്കെ എന്താണ്? അത് എല്ലാത്തിനും ജനങ്ങളുടെ പ്രകടനം എന്നുള്ളതുപോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് ഇത് കേട്ട സന്തോഷമാണ് ഉണ്ടാകുക. കാരണം എന്താ? അവർ പാർട്ടിക്ക് മൈലേജ് ഉണ്ടാക്കാൻ ഒരു കാര്യം കിട്ടിയല്ലോ, ഇനി 1.5 കൊല്ലം ഇതിന്റെ പിന്നാലെ നടക്കാം. നഊദുബില്ലാ, ഈ പറയുന്ന പല ആളുകൾ മുസ്ലിം ഉമ്മത്തിനുണ്ടാകുന്ന ഇങ്ങനെ ഇത്തരം ദുരന്തങ്ങളിൽ പുറമേക്ക് അപലപിക്കുമെങ്കിൽ ഉള്ളിൽ സന്തോഷമാണ്. എന്താ? ഉള്ളിൽ അവർക്ക് കുറെ പ്രസംഗിക്കാൻ വകുപ്പ് കിട്ടി,
പലതും പല ആളുകൾക്കെതിരെ പല ആളുകളെയും ചീത്ത പറയാൻ അവസരം കിട്ടി. അങ്ങനെയാണല്ലോ. ഇപ്പോൾ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട കുറേ ആളുകൾ IS-ലേക്ക് പോയി എന്ന് കേട്ടു. യഥാർത്ഥത്തിൽ നല്ല ഈമാനുള്ള നസീഹത്തുള്ള ഒരാൾക്ക് എന്താ അത് കേട്ടാ തോന്നുന്നത്? നമുക്ക് സങ്കടമാണ് തോന്നുന്നത്. എന്താണ് മുസ്ലിം ഉമ്മത്ത് ഈ പഴച്ച കക്ഷിയിലേക്ക് നമ്മളെ കൂട്ടത്തിലുള്ള കുറേ മുസ്ലിമീങ്ങളിൽപ്പെട്ട പല ചെറുപ്പക്കാരും പോയല്ലോ, നമുക്ക് സങ്കടമാണ്. വേറെ കുറെ കൂട്ടരെന്താ പുറമേക്ക് അവർ വളരെ ദേഷ്യം പ്രകടിപ്പിച്ചു, ഉള്ളിലെന്താണ് സന്തോഷം. കുറെ എണ്ണത്തിന് ഇനി ഇത് പറഞ്ഞിട്ട് തീവ്രവാദിയാക്കാലോ. കണ്ടോ, നമ്മളെ പാർട്ടിയിലില്ലാത്തവനാണ്, പോലീസ് പിടിച്ചില്ലേ, നീ സൂക്ഷിച്ചു, അടുത്ത് നീയാണ് എന്ന് പറയാലോ. എന്താ കാരണം? ഇത് നടന്നു, ഉള്ളിൽ സന്തോഷം, പുറത്താ പലവിക്കും. ഇത് നിഫാഖാണ്, കാപട്യമാണ്. മുസ്ലിം ഉമ്മത്ത് എന്താണ് വേണ്ടത്? യഥാർത്ഥ ഈമാനുള്ളവൻ മുസ്ലിം ഉമ്മത്തിനുണ്ടാകുന്ന ഏതു പ്രയാസത്തിലും അവൻ സങ്കടപ്പെടും, അവൻ പ്രയാസപ്പെടും. അവൻ അതിലൂടെ അവന്റെ പാർട്ടി വളർത്താൻ അവൻ വലിയ ആളാവനല്ല നോക്കുക. മുസ്ലിം ഉമ്മത്ത് അവർക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, അവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അവന് വേദനിക്കും. കൽജസദിൽ വാഹിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊരു ശരീരം പോലെ. അതിലേതെങ്കിലും ഒന്നിനൊരു പ്രയാസമുണ്ടായാൽ പനി കൊണ്ടും ഉറക്കമില്ലായ്മ കൊണ്ടും ബാക്കിയുള്ള അവയവങ്ങൾ അതിനോട് പ്രതികരിക്കും എന്നതുപോലെ. അപ്പോൾ സിഹർ എന്നത് പല ഇനങ്ങളാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചതിനെ കുറിച്ച് ആയിഷ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹർ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു. എങ്ങനെയാണ് സിഹർ ബാധിക്കുക? അള്ളാഹു സംരക്ഷിച്ച റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയില്ല എന്നാരാണ് പറഞ്ഞത്? ഉഹദിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻവരിയിൽ പല്ലുപൊട്ടിയിട്ടുണ്ട്. മുശ്രിക്കുകൾ വിരിച്ച കെണിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ് ശരീരത്തിന് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെയാണ് സിഹർ. സിഹർ എന്നത് അതുപോലെ സംഭവിച്ചൊരു അപകടമാണ്. എന്ന് പറഞ്ഞാൽ ആ അപകടം എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ചോ അതുപോലെ സിഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റിട്ടുണ്ട്. എന്താണ് സിഹർ ബാധിച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത്? റസൂലുള്ളാഹിക്ക് ചെയ്യാത്തത് പലതും അവിടുന്ന് ചെയ്തു എന്ന് തോന്നി. സിഹർ ബാധിച്ചതാണത്. എന്താണോ സിഹർ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്നത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ആയത്തിനെതിരല്ല. ഖുർആനിൽ മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട്, ഇൻ തത്തബിഊന ഇല്ല റജുലൻ മസ്ഹൂറ. ഈ മസ്ഹൂറായ സിഹർ ബാധിച്ച ഇയാളെയാണ് ആണോ നിങ്ങൾ പിൻപറ്റുന്നത് എന്നവർ ചോദിച്ചു. എന്താണ് ഇവിടെ മസ്ഹൂർ എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മാത്രമല്ല, ഖുർആനിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഇൻ ഹുവ ഇല്ലാ സിഹ്റുൻ മുബീൻ. ഇതെന്താണ്? സിഹറാണ്. ഇത് സിഹറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ പറഞ്ഞു മജ്നൂനാണ്. റസൂലുള്ള മജ്നൂനാണോ? അല്ല. ഖുർആൻ സിഹറാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ഹൂറാണോ? അല്ല. റസൂലുള്ള മസ്ഹൂറാണോ? അല്ല. അവരുടെ വാദപ്രകാരം നബിയാണെന്ന് പറഞ്ഞു നടക്കണ എന്തുകൊണ്ടാ? സിഹർ ബാധിച്ചിട്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് അതിന്റെ അർത്ഥം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹറിന്റെ ഒരു ഉപദ്രവവും ഉണ്ടാകാൻ പാടില്ല എന്ന ആയത്തിലില്ല. മറിച്ച് ഇത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ലബീദ് ഇബ്നുൽ ആസം എന്ന യഹൂദി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്തപ്പോൾ അവിടത്തേക്ക് അതിന്റെ പ്രയാസം ഉണ്ടായി. എന്തിനാണത്? നമുക്കങ്ങനെ പ്രയാസമുണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പഠിപ്പിച്ചു തന്നു. ഒരാൾക്ക് അങ്ങനത്തെ പരീക്ഷണം ഉണ്ടായാൽ സിഹർ ആരെങ്കിലും ചെയ്താൽ നീ വിഷമിക്കണ്ട, നീ ആകെ ബേജാറുണ്ട്. നിന്റെ നേതാവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്, സിഹർ ബാധിച്ചു. എന്താ ചെയ്യേണ്ടത്? സിഹർ ബാധിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും അമ്പിയായിനെ വിളിച്ചു തേടിയോ? ഏതെങ്കിലും ദർഗയിൽ പോയോ? ഏതെങ്കിലും ഉറുക്കെടുത്ത് കിട്ടിയോ? ഇല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചുകൊണ്ട് എത്ര ഫായിദയാണ് ആ സംഭവം മുഖേന നമുക്കുണ്ടായത്. എന്തുണ്ടായി? സിഹർ നമുക്ക് ബാധിച്ചാൽ എന്ത് ചെയ്യണം എന്ന് നമുക്ക് അതിലൂടെ കിട്ടി. ഒരു അള്ളാഹു അല്ലാത്ത ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല. വേറെ സിഹർ ചെയ്തിട്ട് ആ സിഹർ ഒഴിവാക്കാൻ പാടില്ല. ഇതുപോലെ ഈ സാഹിറന്മാരുടെ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലും അള്ളാഹിന്റെ ശരീഅത്തിലുണ്ട്. ഈ ദീൻ എന്താണ്? പൂർത്തിയായ ദീനാണ്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു, അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളും അതുകൊണ്ടുള്ള ഫായിദ എന്തൊക്കെയാണ്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പരീക്ഷണം ഉണ്ടായത് മുഖേന അള്ളാഹു അജ്ർ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഏതുപോലെ? രോഗമുണ്ടാവുമ്പോൾ
കൂടിയതുപോലെ. അവിടത്തേക്ക് പനി ബാധിച്ചപ്പോൾ സഹാബി കയ്യിൽ തൊട്ട് നോക്കിയിട്ട് എന്താ പറഞ്ഞത്? നബിയെ, ഞങ്ങൾക്കുള്ളതിനേക്കാൾ എത്രയോ കടുത്ത ചൂടാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മഅശറൽ അംബിയ യുദാഅഫു ലനൽ ബലാ കമാ യുദാഅഫു ലനൽ അജ്ർ. ഞങ്ങൾക്ക് പ്രതിഫലം ഇരട്ടിയായി നൽകപ്പെടുന്നു എന്നതുപോലെ ഞങ്ങൾക്ക് പരീക്ഷണവും ഒരുപാടുണ്ടാകും. അപ്പോൾ ഈ പരീക്ഷ ലോകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു മുന്തിയ പ്രതിഫലം കൊടുക്കും. സെഹർ ബാധിച്ചതിന്, ആ ബുദ്ധിമുട്ടുണ്ടായതിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്. മുള്ളു തറച്ചാൽ പോലും മുഅ്മിനിന് പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ നിന്നാരെങ്കിലും സെഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുണ്ടായപ്പോൾ സബറാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ പരീക്ഷണം നീക്കിക്കൊടുത്തു. ഇൻഷാ അള്ളാഹ് എനിക്ക് അള്ളാഹു നീക്കിത്തരും. ഇതാണ് അതുകൊണ്ടുള്ള നമുക്കുള്ള പാഠങ്ങൾ. അത് നടന്ന സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വഅന്നഹു ഖാല ലഹാ ദാത യൗമിൻ, അങ്ങനെ ഈ സിഹറിന്റെ പ്രയാസം ഉണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഒരു ദിവസം പറഞ്ഞു, അതാനി മലക്കാൻ, എൻ്റെ അടുത്ത് രണ്ട് മലക്കുകൾ വന്നു. ഫജലസ അഹദുഹുമ ഇൻദ റഅസി, അതിലൊരു മലക്ക് എൻ്റെ തലയുടെ ഭാഗത്തിരുന്നു. വൽ ആഖറു ഇൻദ റിജ്ലി, മറ്റൊരു മലക്ക് എൻ്റെ കാലിന്റെ ഭാഗത്തിരുന്നു. ഫഖാൽ, എന്നിട്ട് ഒരാൾ മറ്റേ മലക്കിനോട് ചോദിച്ചു, മാ വജഉർ റജുൽ, ഇയാൾക്ക് എന്താണ്, ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മത്ബൂബ്, മത്ബൂബ് എന്നാൽ മസ്ഹൂർ, സിഹർ ബാധിച്ചിരിക്കുകയാണ്. ഖാൽ, മറ്റേ മലക്ക് ചോദിച്ചു, വമൻ തബ്ബഹു വമൻ സഹറഹു, ആരാണ് സിഹർ ചെയ്തത്? ഖാല ലബീദ് ഇബ്നുൽ ആസം, ആരാണ് ചെയ്തത്? ലബീദ് ഇബ്നുൽ ആസം. അതാരാ? യഹൂദിയാണ്. അള്ളാഹു ഖുർആനിൽ സിഹർ പഠിക്കുന്നു. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാ? യഹൂദികളെ കുറിച്ചാണ്. തൊട്ടുമുമ്പുള്ള ആയത്ത് എന്താ? അള്ളാഹുവിന്റെ കിതാബ് അവർ വലിച്ചെറിഞ്ഞു. ഫനബദൂഹു വറാഅ ളുഹൂരിഹിം, കിതാബ് അല്ലാഹി വറാഅ ളുഹൂരിഹിം, അള്ളാഹിന്റെ കിതാബ് അവർ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. ഏറ്റവും നല്ലത് വലിച്ചെറിഞ്ഞു. ഏറ്റവും നല്ലത് വലിച്ചെറിഞ്ഞവന് ഏറ്റവും ഷർറ് കിട്ടുമെന്നാണ്. അള്ളാഹിന്റെ കിതാബ് വലിച്ചെറിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയത് എന്താ? അടുത്ത ആയത്ത്, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ, അള്ളാഹിന്റെ കലാം ഒഴിവാക്കി ശൈത്താൻ പറഞ്ഞെടുത്ത സിഹർ അവർ സ്വീകരിച്ചു. യഹൂദികൾ സിഹറിന്റെ ആളുകളാണ്, സഹറന്മാരാണ് അവർ. അതിൽ ലബീദ് ഇബ്നുൽ ആസം ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്തത് എന്ന് മലക്കാണ് വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. في مشط ومشاطة وفي جف طلعة ذكر في بئر ذروان. എവിടെയാണ് ചെയ്തിട്ടുള്ളത്? ഫിമുഷ്തിൻ വമിഷാത്ത, ഒരു ചീർപ്പിലും അതുപോലെ മിഷാത്ത അല്ലെങ്കിൽ മുഷാത്ത എന്ന് പറഞ്ഞാൽ മുടി ചീകുമ്പോൾ കൊഴിഞ്ഞു വീഴുന്ന മുടിനാര് അല്ലെങ്കിൽ താടി രോമം, അതിൽ. വഫി ജഫി ത്വൽഅതി ദക്കറിൻ, ഈത്തപ്പനയുടെ അതിന്റെ ഒരു തോട്, അതിനാണ് തൽഅ എന്ന് പറയുക. മരത്തിലുണ്ടാകുന്ന ഒരു എന്താണ് പാള പോലത്തെ ഒരു സാധനം. ദക്കരിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പുരുഷഭാഗവും സ്ത്രീ ഭാഗവും ഉണ്ടാവല്ലോ, മരത്തിനങ്ങനെ ഉണ്ട്, അങ്ങനെയുള്ള ഭാഗം. ഫിബിരി ദർവാൻ, ദർവാൻ കിണറ്റിൽ ആണ് ഇത് കൊണ്ടിട്ടിട്ടുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അവിടെ ചെന്നത് നശിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സിഹറിൽ നിന്ന് അതോടെ മോചനം നൽകി. ഇതുപോലെ എന്നും സംഭവിക്കാവുന്നതാണ് ആളുകൾക്ക്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദുനിയാവിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, എന്തൊക്കെ മാറാരോഗങ്ങളുണ്ട്, മാറാവ്യാധികളുണ്ട്, അള്ളാഹുവിനോട് അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷ തേടുന്നു. എന്നതുപോലെ അങ്ങനെയുള്ളത് സംഭവിക്കാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക, നന്നായി ദുആ ചെയ്യുക. സിഹർ ചെയ്തു, നമ്മൾ മസ്ഹൂറാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ, ഏത് വസ്തുവിനാണ് സിഹർ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലായാൽ ആ വസ്തു നശിപ്പിച്ചു കളയുക, അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക. അതുപോലെ പരിശുദ്ധ ഖുർആൻ അത് ഓതുകയും കേൾക്കുകയും അത് കയ്യിലൂതി മന്ത്രിച്ച് തടവുകയും ചെയ്യുക. അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക. പിന്നെ ഹദീസിൽ വന്നിട്ടുള്ള രോഗശമനത്തിന് എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് സിഹർ സംഭവിച്ചാൽ നമുക്ക് ബാധിച്ചെന്ന് തോന്നിയാലുള്ള പരിഹാരം. അള്ളാഹു എല്ലാ സിഹറിൽ നിന്നും എല്ലാ ഷർറിൽ നിന്നും നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനാണ് അദ്കാർ, അതിനാണ് അദഇയ. അള്ളാഹുവിന്റെ കാവലാണ് അതിലൂടെ നമുക്ക് ലഭിക്കുക. സിഹറിനെ നിഷേധിക്കുക എന്നത് പഴച്ചവാദമാണ്. പണ്ട് കാലത്ത് മുഅ്തസില
എന്ന കക്ഷിയാണ് നിഷേധിച്ചിട്ടുള്ളത്. ഇമാം അഹ്മദിനോട് റഹിമഹുല്ലാ അദ്ദേഹത്തിന് മകൻ വന്നിട്ട് പറഞ്ഞു, ചില ആളുകൾ നിഷേധിക്കുന്നു ഇതുപോലെ നിഷേധിച്ചൊരു കാര്യമാണ്, ഷൈത്താൻ മനുഷ്യന്റെ ശരീരത്തിൽ ബാധിക്കുകയില്ല എന്ന് ഒരുവൻ നിഷേധിക്കുന്നു. ഇമാം അഹ്മദ് പറഞ്ഞു, മോനെ, അവന്റെ നാവിലൂടെ സംസാരിക്കുന്ന ഷൈത്താനാണ്, അവന്റെ നാവിലൂടെ സംസാരിക്കുന്ന തന്നെ ആരാണ്? ഷൈത്താനാണ് എന്ന് പറഞ്ഞു. അപ്പോ എന്നതുപോലെ ആ കക്ഷി മുഅ്തസില എന്ന കക്ഷി അത് നിഷേധിച്ചിരുന്നു. അവർക്ക് അഹ്ലുസുന്ന പണ്ട് കാലം മുതലേ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പിൽക്കാലത്ത്, എല്ലാ കാലത്തുമുള്ളതും ഇക്കാലത്തും അവരത് നിഷേധിച്ചു. ഇക്കാലത്ത് ഉലമാക്കൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാത്ത് ഹദീസ് നിഷേധിച്ച ആളുകൾക്ക് അത് അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദിഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെ ഉണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തേക്ക് സിഹർ ബാധിച്ചത് നിഷേധിച്ച പഴച്ച കക്ഷികൾക്കുള്ള മറുപടിയായിക്കൊണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം, അത് അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തു പോകുന്ന വാദമാണ്. അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും സ്ഥിരപ്പെട്ട എന്തെങ്കിലും ഒന്നിനെ അതെനിക്ക് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുകയില്ല, അത് ശരിയല്ല, അത് ഖുർആനിനെതിരാണ്. ഖുർആൻ വ്യാഖ്യാനിക്കുന്ന ആരാണ്? അവനാണ്. ഖുർആനിലും ഉള്ളതാണിത്. ഖുർആനിൽ ഹദീസ് ഒരിക്കലും എതിരാവുകയില്ല. എങ്ങനെ എതിരാകാൻ? രണ്ടും അള്ളാഹിന്റെ വഹയാണ്, എങ്ങനെ എതിരാകും? അള്ളാഹുവിന്റെ വഹി എങ്ങനെ പരസ്പരം വൈരുദ്ധ്യമാകും? ഒരിക്കലുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള വാദങ്ങൾ അതെന്തുകൊണ്ടാണ് വൈരുദ്ധ്യമാണെന്ന് അവന് തോന്നുന്നത്? സഹാബത്തിന്റെ ഫഹമല്ല, അവൻ മനസ്സിലാക്കുകയാണ്. അവൻ സ്വയം ഓതി എന്നിട്ട് അവൻ തീരുമാനിക്കും അള്ളാഹ് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, എല്ലായിടത്തും അള്ളാഹ് ചെയ്യാം, അള്ളാഹ് പറയാൻ പാടില്ല, റസൂൽ പറയാൻ പാടില്ല. അതിനുള്ള മരുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, യഥാർത്ഥ മാർഗം കാണിച്ചു തരാൻ. അപ്പോൾ ഹദീസ് സിഹർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ച ഈ ഹദീസ്, അതിനെക്കുറിച്ചുള്ള ഹദീസ് ഇമാം ബുഖാരി, മുസ്ലിം ഒരുപാട് ഹദീസിന്റെ കിതാബുകൾ നിറഞ്ഞു കിടക്കുന്ന സഹിഹായ ഹദീസാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.